ഹലോ. പല കാര്യങ്ങളും പരിശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തില് അതിൻ്റെ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു തോന്നലിലാണോ നിങ്ങളുള്ളത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസാണ്. നമുക്ക് കടന്നു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ. അങ്ങനെ വരുമ്പോൾ നമ്മളവിടെ എന്താ ചെയ്യുന്നത്? നമ്മളെ സെൽഫ് ഡൗട്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ? നമ്മളിലുള്ള കഴിവുകളെ തന്നെ വിശ്വാസമില്ലാതാവും. നമ്മളെപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മളോട് തന്നെ ഒരുപാട് നമ്മളെ തന്നെ എന്താ പറയുക, പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ. അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഇതൊരു ടഫ് ടൈമാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കറേജ്, എന്തിനാണ് കറേജ് കാണിക്കുന്നത്? കറേജ് ടു ബി പേഷ്യന്റ്, കാത്തിരിക്കാനുള്ള ആ ഒരു കറേജ് കാണിക്കുന്ന സമയം. വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം ഒരു മല പോലെ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. ശരിക്കും അത് കയറി കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ അപ്പുറം കാണാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് മറുവശം കാണണമെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ നമ്മൾ അതിന്റെ മുകളിലേക്ക് കയറിയേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ശരിയാണ്, നമുക്ക് തെറ്റുകൾ പറ്റുന്നുണ്ടാവും. അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇടയ്ക്ക് തളർന്നു പോകുന്നുണ്ടാവും. ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ പറയരുത്, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്തു, എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാതിരിക്കുക. പേഷ്യൻസോടുകൂടി, ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് തരുന്നതാണ് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുവാണ് ഒരു ബ്രേക്ക് എടുക്കണം. ശരിയാണ്, നിങ്ങളൊരു ബ്രേക്ക് എടുത്തോ. പക്ഷേ എപ്പോഴും ഓർക്കുക, ആ ബ്രേക്ക് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരണം, തിരിച്ചു കയറണം. നിങ്ങളുടെ ആ മലയുടെ മുകളിലേക്ക് പതിയെ പതിയെ പിടിച്ച് നിങ്ങൾ കയറുന്നത് നിങ്ങൾ ഡ്രീം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിൻ്റെ മറുവശം കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എപ്പോഴും ചിന്തിക്കുക, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആണോ? എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്? എവിടെയാണ് ഞാൻ മാറ്റം കൊണ്ടുവരേണ്ടത്? ഇതാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ജീവിതത്തിൽ എന്ത് സിറ്റുവേഷൻ നമുക്ക് വന്നാലും അതിൽ ഓരോ പാഠങ്ങളുണ്ടാവും. അത് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ മുന്നോട്ട് നടന്നാൽ മാത്രമേ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിലേക്ക് ഉണ്ടാവത്തുള്ളൂ അല്ലേ? നമ്മൾ അവിടെ തന്നെ ഇരുന്നാല് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, ഒന്നും കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് എത്ര മടുത്താലും വി ഹാവ് ടു ബി പേഷ്യന്റ് അല്ലേ? ക്ഷമയോടെ വീണ്ടും പരിശ്രമിക്കുക. കീപ് ഗോയിങ്, ഡോണ്ട് ഗീവ് അപ്പ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ക്ലിയർ ആക്കുക. നെവർ സ്റ്റോപ്പ് ബിലീവിങ് ഇൻ അവർ സെൽഫ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും നമ്മളെ അവിശ്വസിക്കാതെ നമ്മളിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത്. താങ്ക് യു.